2018 പ്രളയത്തിൽ പാലം തകർന്നതോടെ കടത്തുവള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കി തൊടുപുഴയിൽ. ജീവൻ പണയം വെച്ചാണ് തൊടുപുഴയാറിന് കുറുകെ ഒളമറ്റം പ്രദേശത്തെയും ഇടവെട്ടി പഞ്ചായത്തിലെ തെക്കും ഭാഗത്തെയും ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. പാലം പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തോട് കണ്ണടയ്ക്കുന്ന ജനപ്രതിനിധികളും അധികൃതരും ഈ മനുഷ്യരുടെ ദുരിതക്കാഴ്ച, ദുരിതയാത്രയും ഒന്ന് കാണണം. 2018 പ്രളയത്തിന് മുമ്പ് തൊടുപുഴയാറിന് കുറുകെ രണ്ട് കരകളെ ബന്ധിപ്പിച്ചിരുന്ന ഒരു കമ്പിപ്പാലത്തിന്റെ അവശേഷിപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലം തകർന്നതോടെ ഇരു കരകളിലെയും ആളുകൾ അനുഭവിക്കുന്ന യാത്രാക്ലേശമാണ് ജനം TV ഇന്ന് അധികൃതരിലേക്ക് എത്തിക്കുന്നത്. പ്രളയത്തിൽ തൊടുപുഴയാറ്റിലുണ്ടായ കുത്തൊഴുക്കിൽ മരങ്ങളിടിച്ചാണ് കമ്പിപ്പാലം തകർന്നത്. അന്നു മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതയാത്രയും ആരംഭിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കനവിൽ ലഭിച്ച വള്ളത്തിൽ ജീവൻ പണയം വെച്ച് ഒരു ഗ്രാമം യാത്ര ചെയ്യുന്നു. കുട്ടികളൊക്കെ എല്ലാവരും ഈ കടത്ത് മാത്രമാ ഞാൻ കാസറേ അല്ലാണ്ട് ഒന്നുമില്ല. പാലം നേരത്തെ വെള്ളപ്പൊക്കത്തിന് അങ്ങനെ കടന്നു പോയതാണ്. അത് പിന്നെ ആർക്കും ഒരു ഉത്സാഹവും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഇട്ടേക്കുന്നില്ല. മഴക്കാലത്തും മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നു വിടുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്കിൽ തോണി തുഴയുന്നത് വലിയ പ്രയാസമാണ്. ഒഴുക്കിനൊപ്പം തോണിയും താഴേക്ക് പോകും. പിന്നീട് വളരെ പണിപ്പെട്ടാണ് കടവിലേക്ക് അടുപ്പിക്കുക. ബസ് സർവീസ് കുറവുള്ള തെക്കുംഭാഗം മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ആശ്രയിച്ചിരിക്കുന്നത് ഈ പാലത്തിനെയായിരുന്നു. നിലവിൽ കിലോമീറ്ററുകൾ ചുറ്റി നടന്നോ അമിത ടാക്സി ചാർജ് നൽകിയോ വേണം ഇവർ തൊടുപുഴയിലെത്താൻ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശുപത്രി കേസിനാണെന്നുണ്ടെങ്കിലും പോണേ വണ്ടി വിളിക്കണം, ചുറ്റി വളർന്നു. അതിപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. ഈ കമ്പിപ്പാലം ഉണ്ടായിരുന്നാൽ നമുക്ക് ഇക്കരയ്ക്ക് കയറിയാൽ പറഞ്ഞാൽ ബസ് കിട്ടും, അതിന് പോവാം. അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 10-60 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ആശുപത്രി പോവാം. വെള്ളം കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം രാവിലെ 7 മണി മുതൽ 5 മണി വരെ 7 മണി വരെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ വെള്ളം കാണത്തില്ല. നിലവിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഈ കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങളുടെ യാത്രാ ദുരിതത്തെ ജനപ്രതിനിധികളും അധികാരികളും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഈ പാലം ഉണ്ടായിരുന്ന സമയത്ത് പാലം കടന്ന് 10 രൂപയ്ക്ക് ബസ്സിന് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു ദിവസം ഒരു നേരം വണ്ടി വിളിക്കണമെങ്കിൽ 120 രൂപ മുടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പെട്ടെന്ന് അധികാരികൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിരവധിയായ സമര പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിന് നിരവധിയായിട്ടുള്ള ഒപ്പുശേഖരണം ഉൾപ്പെടെ കാര്യങ്ങൾ നടത്തും. ഏതാണ്ട് അധികാരവർഗത്തിന്റെ കണ്ണുറപ്പിക്കാവുന്ന രീതിയിലേക്കുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടർന്നും നിരവധിയായ സമരങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. പഴയ കമ്പിപ്പാലത്തിന്റെ അവശേഷിപ്പുകൾ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവിടെ തന്നെയുണ്ട്. തകർന്ന പാലത്തിന് പകരം കോൺക്രീറ്റ് പാലം വേണമെന്നതാണ് ഇരുകരയിലെയും ജനങ്ങളുടെ ആവശ്യം. എന്നാൽ അനുഭാവപരമായ നിലപാട് ആരും എടുക്കുന്നില്ല. അവഗണിക്കപ്പെടുമ്പോഴും മുമ്പോട്ട് പോയേ തീരൂ. ഈ ദുരിതയാത്ര എന്ന് അവസാനിക്കുമെന്ന് ഇവർക്കറിയില്ല. എങ്കിലും ഇവർ കാത്തിരിക്കുകയാണ് അധികൃതരുടെ കനിവിനായി. സുബിൻ തോമസ്, ജനം, ഇടുക്കി.